മനസ്സിലാക്കിയാണ്. അപ്പം നമ്മൾ റോഡ് സൈഡിലൂടെ കാണുന്ന ആളുകളോട് കാണുമ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ആൾക്കാരല്ല. എന്നാലും എല്ലാവരും സമയം കണ്ടെത്തണം. അങ്ങനെ സമയം കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് ഈ ഐസൊലേഷൻ, ഈ ഒറ്റപ്പെടലിൽ നിന്നാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് എക്സ്പെർട്ടിന് ക്ലാസ് കിട്ടുന്നത്. പക്ഷെ എൻ്റെ ഒരു റീഡിങ് ഈ ഒറ്റപ്പെടലിൽ നിന്ന് മാത്രമാണ് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാൻ പ്രധാന ഒരു കാരണം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ബുദ്ധി വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ടുകൊടുക്കുകയും അവരെ നമ്മളെ കൂടെ പിടിച്ചിട്ട് നിൽക്കുകയും അസുഖം വന്നാലും നാളെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പനി വരുന്നു, അതേപോലെ തന്നെയാണ് മനസ്സിന് അസുഖം വരുന്നത്. നമ്മൾ ആരും ആഗ്രഹിച്ചില്ല, നമുക്ക് പനി വരുന്നു, നമ്മൾ ഒരു കാരണമല്ലാതെ രാവിലെ നമുക്ക് പനിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തലവേദനയായിരിക്കും. ഇതേപോലെ നാളെ ചിലപ്പോൾ നമുക്കും ബുദ്ധിക്കും ഒരു പനി വന്നാൽ ആണ് ഇതിൻ്റെ അവസ്ഥ. മാനസിക രോഗം ഉണ്ടാകുന്നതും എല്ലാം അത് തന്നെയാണ്. അപ്പോൾ അത് ആർക്കും വരാം, എനിക്കും വരാം, നിങ്ങൾക്കും വരാം, ആർക്കും വരാം എന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു ചേർത്ത് പിടിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ സന്ദേശം ഈ മക്കളും അതുപോലെ തന്നെ വൃദ്ധന്മാർ, വയസ്സായ ആളുകളെ കൂടെ നിർത്തണമെന്ന് കൂടെ നിർത്താനുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത നന്ദി.